കപ്പലിടിച്ചു കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ആശ്രിതർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കപ്പലിടിച്ചു കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മരിച്ച കുടുംബങ്ങളുടെ ബാങ്ക് വായ്പ എഴുതി തള്ളണം. മത്സ്യത്തൊഴിലാളി രംഗത്ത് ഫിഷറീസ് വകുപ്പ് നോക്കുകുത്തിയായാണ് പ്രവർത്തിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനോ സുരക്ഷയ്ക്കോ വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ലഭ്യമാക്കുന്നില്ല. ഈ രംഗത്ത് ഫിഷറീസ് വകുപ്പ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. ബോട്ടുകൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ മത്സ്യഫെഡും ഫിഷറീസ് വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണം. മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീടും പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെയും സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷയില്ല, ഇൻഷുറൻസ് ചേർന്നിട്ടില്ല. അപ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇന്ന് അവർക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഫിഷറീസ് വകുപ്പ് ഒരു നോക്കുകുത്തിയെ പോലെ പ്രവർത്തിച്ചിട്ടുള്ളത്. മത്സ്യഫെഡും അതേ സമാനമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മത്സ്യഫെഡും ഫിഷറീസ് വകുപ്പും ഇവർക്ക് വേണ്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണമോ അല്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവർക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. നിരവധിയായ ഇൻഷുറൻസ് പദ്ധതികൾ, നിരവധിയായ ആനുകൂല്യങ്ങൾ, വീട് നിർമ്മിച്ചു നൽകാനുള്ള, തൊഴിലിനുള്ള, ബോട്ട് നൽകുന്ന എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. സബ്സിഡി നിരക്കിൽ ബോട്ട് നൽകുന്നുണ്ട്. പക്ഷെ ഒരു ആനുകൂല്യത്തെക്കുറിച്ച് അവർക്കറിയില്ല. 1 രൂപ പ്രതിമാസം അടയ്ക്കുന്ന ഇൻഷുറൻസ് ഉണ്ട്, അതുപോലും അവർക്കറിയില്ല. അതുകൊണ്ട് ഈ കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. 50 ലക്ഷം പോലും അപര്യാപ്തമാണെങ്കിലും 50 ലക്ഷമെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം കൊല്ലപ്പെട്ട കുടുംബങ്ങളുടെ ആശ്രിതർക്ക് നൽകണം. എന്നാൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ബാങ്ക് വായ്പ, 2 കുടുംബങ്ങളുടെയും ബാങ്ക് വായ്പ സർക്കാർ എഴുതി തള്ളണം. മാത്രമല്ല ഇവർക്ക് അവിടെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷയില്ല, ഇൻഷുറൻസ് ഇല്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ട് അടിയന്തരമായി മത്സ്യഫെഡും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും മുഴുവൻ ബോട്ടുകൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണം. മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ തയ്യാറാക്കണം. അതുകൊണ്ട് ഈ അനാസ്ഥ, മത്സ്യത്തൊഴിലാളികളോടുള്ള മത്സ്യഫെഡിൻ്റെയും അതുപോലെ തന്നെ ഈ ഫിഷറീസ് വകുപ്പിൻ്റെയും അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി ഈ പ്രദേശം വളരെ പൊന്നാനി മേഖല എന്നും കടലാക്രമണം നേരിടുന്ന മേഖലയാണ്. കടൽ ഭിത്തി കെട്ടാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നു. കടൽ ഭിത്തി കെട്ടുന്നതിൻ്റെ 60% തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിഷിംഗ് ഹാർബർ ഉച്ചിൻ്റെ വേഗതയിലാണ് നീങ്ങുന്നത്. ഫിഷിംഗ് ഹാർബർ പണി ഇനി അടുത്ത കാലത്തൊന്നും പൂർത്തിയാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നില്ല. മാത്രമല്ല ഇവിടെ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ ശോചനീയാവസ്ഥ, വളരെ ദുരിതപൂർണമായ ജീവിതമാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അവിടെ അവിടുത്തെ അവരുടെ അവസ്ഥയുള്ളത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി പൊന്നാനി കടലോര പ്രദേശം ഈ പശ്ചാത്തലത്തിൽ, ഈ ആക്സിഡന്റിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി സന്ദർശിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന കൌൺസിൽ അംഗം KU ചന്ദ്രൻ, പൊന്നാനി മണ്ഡലം നേതാക്കളായ സുഭാഷ് കോട്ടത്തറ, സുജേഷ് പൊന്നാനി, K കുഞ്ഞൻ ബാവ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.